വിജയ, കോൺസ്റ്റബിൾ വിജയ, അലവലാതി, നീ ചത്താടാ? ചത്തില്ല അലവലാതി. ഓഹോ, സാറ് വിളിക്കായിരുന്ന? ഞാൻ വിളിച്ചിട്ട് നീ വിളിയാക്കാത്തത്? അങ്ങനെ വിളി കേട്ട് കേട്ടാ നീ എന്റെ തലേ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി, എന്റെ കാലുവാരിയെ നിന്റെ കാല് ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങോട്ട് വിടണ്ടെന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു. ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. വല്ല നഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും. അപ്പോഴോ? എടാ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന് സ്വല്പമെങ്കിലും നന്ദി വേണോടാ, നന്ദി. ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ നന്ദി? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ? എന്ത് കുന്തായാലും ശരി, കേസ് അന്വേഷണമൊന്നും ഞാനില്ല. പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ, കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിൽ അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ ചുറ്റി കറങ്ങുന്നതാ. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. CID ഡിപ്പാർട്ട്മെന്റ് ചോരയുടെ ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ നിന്നെ പോലെ വിശ്വാസവഞ്ചകനല്ല. അധോ ലോക നായകൻ അനന്തൻ നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പറ പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാ അതുവരെ ഞാൻ ഉറങ്ങാം. ഈ മഹാസമുദ്രത്തിൽ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? കെട്ടിടങ്ങൾക്കൊക്കെ 100-200 നിലയാ. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിങ്ങിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാര് ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനം വന്ന് ചാവും. ഈ കെട്ടിടത്തിനകത്ത് ആയിരക്കണക്കിന് മുറികൾ കാണും, 100 കണക്കിന് ലിഫ്റ്റുകളും. റോഡിലാണെങ്കിൽ കോടിക്കണക്കിന് കാറും. ഇതിന്റെ ഇടയിൽ വേണം പാൽ ബാർബറെ പിടിക്കാൻ. ഈ ബാർബർക്ക് എന്തിനാണാവോ കിരീടം? കഷ്ടം തന്നെ. ബാർബർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യയുടെ ഗതി എന്താവും? കിരീടം കണ്ടുപിടിക്കാമെന്ന് ഏറ്റവും പോയി. എന്റെ ഗുരുവായൂരപ്പ, വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. പിന്നെ ബാർബർക്ക് പ്രാന്തല്ലേ കിരീടവും വെച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കൂടെ നടക്കാൻ? ഇതിപ്പോ എന്താ ഒരു വഴി? ആ കമ്മീഷണർക്ക് വട്ടാണ്. ഒരു കീറത്തുടിയും കാഞ്ചി വലിച്ചാൽ തീ കത്തുന്ന ഒരു ലൈറ്ററും തന്നേച്ച് അമേരിക്കയിൽ വിട്ടിരിക്കുന്നു കള്ളനെ പിടിക്കാൻ. ഊഷ്മാണ്ട മാത്രം എന്തിനു പറയണം? കാള വെറ്റു എന്നാ കയറിങ് എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? എല്ലാറ്റിനും പുറമെ ഈലാമ്പേച്ചിക്ക് ഒരു മരപ്പെട്ടി കൂട്ടും വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ എവിടെ സംസാരിക്കുന്നു നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോൾ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണം? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൗനം വിദ്വാനും ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. BCom ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ അക്ഷരം വെറുതെ അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി വിഴുകുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്കിപ്പോ തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ, അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ
കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ, കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി അല്ല. ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. നല്ല 5-6 കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. 5-6? ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തുവെന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടക എടുത്തു. $2000 ആ വഴിക്ക് മാറി കിട്ടൂലേ? ദാസ, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ജ്യൂസൊക്കെ തീർന്നു. ജ്യൂസ് അല്ല, അങ്ങനെ പലതും വാങ്ങിക്കാനുണ്ട്. അതെ, എല്ലാം വാങ്ങിച്ചപ്പോഴേ നമുക്കങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ? അതെ. അവരാരാണെന്ന് മനസ്സിലായോ? നോക്കേ, എന്തായിരുന്നു നിന്റെ ആ പെണ്ണിന്റെ പേര്? ഗീത. എടാ, നമ്മള് വേഷം മാറിപ്പോടാ നന്നാക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് ആപ്പിലായി. കൊച്ചിയില്? അത് തന്നെ. അവരെങ്ങനെ ഇവിടെ എത്തി? അവരല്ലേ അത്? നീ വാ. അയ്യോ, അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മയോ? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മ, ഇത് CD രാംദാസിന് അമ്മ മറന്നോ? അമ്മ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ, അമ്മ, ഇത് ഞാൻ കാണിക്കരുത്. പട്ടാപ്പകല് പെണ്ണുങ്ങളെ പിടിക്കുന്നു. അയ്യോ, ഇത് പിന്നെ ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. ഇതെന്റെ ഭാര്യ. അല്ല, സത്യമായിട്ട് നിങ്ങൾ... ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയതേ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ? ചിലപ്പോ എറണാകുളത്തുള്ള എന്റെ ചേച്ചിയുടെ കൊച്ചിയില്. ആ, കൊച്ചിയില്. ഞങ്ങള് രണ്ടുപേരും കണ്ട ഒരുപോലല്ലേ? അത് ശരി. എടാ, ഗീതയുടെ അമ്മയുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ചേച്ചിയാ. നിങ്ങൾ ഇരട്ട പിള്ളേരാ? അതെ. അയ്യോ, സത്യമായിട്ട് ഞാൻ ഗീതയുടെ അമ്മയാണെന്ന് വിചാരിച്ചേട്ടോ. സോറി. അത് പോട്ടെ. കമ്മീഷണർ ഒരു 100 വട്ടം ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാൽ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ എല്ലാ കാര്യവും രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അതാണ് സിഐഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട. ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? കമ്മീഷണറെ ചൂടായിട്ടിരിക്കുകയാണ്. ഇവിടെ തെക്ക് വടക്ക് നടക്കാനാണോ സർക്കാർ കാശും മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? അയ്യോ സാർ, അങ്ങനൊന്നുമില്ല. എങ്ങനെയില്ല? ഒരക്ഷരം പറയണ്ട. ഇനി നിങ്ങളുടെ ചെലവിലേക്കായി ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. പണി കളിക്കുന്നോ? നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്താ അധികാരം? അയാൾ കാശ് തരില്ല പോലും. അയാൾ തറവാട്ട് സ്വത്തല്ലേ കാശ്. അയാൾ ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നീ എന്താ ഒന്നും മിണ്ടായിരുന്നത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ചുട്ട മറുപടി കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേ. നീ നല്ല മറുപടി പറഞ്ഞോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസത്തിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ആരായാണ്? എംബസിയിലെ ഒരു സർക്കാർ ഒരു തുക്കട ഉദ്യോഗസ്ഥൻ. നമ്മളെ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് ഇന്ത്യൻ അയച്ച സിഐഡീസ്. പിന്നെ അങ്ങനെ സിഐഡികളെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ. Three, 4, 5, and 10. ആയിക്കോട്ടെ. Like another bag? ഒരു ബാഗ്.
Hi, mister. Come. Came out security, sir. Did you forget to pay for something, sir? Did you forget to pay for something? അയ്യോ Come on. അയ്യോ അയ്യോ ഇത് വിടുന്നേ How did this get in your pocket? Did you pay for it? I not take no. I've seen a lot of people like you. അയ്യോ എന്തോ ഈ പറയുന്നേ ഞാൻ എടുത്തിട്ടില്ല എന്റെ അച്ഛനാണ് ഞാൻ എടുത്തിട്ടില്ല I want for me. You bloody thief. കൊല്ലാൻ നോക്കുന്നു ഞാൻ ആരെന്ന് വിചാരിച്ചു ICAD ഓഫ് ദി ഇന്ത്യ നോട്ട് ടേക്ക് പെൻ മേനോൻ കം What the hell is he saying? അവിടെ വന്നു എന്റെ നെക്ക് പിടിച്ചു പിടിച്ചു വീണു ഞാൻ പേന പോക്കറ്റ് കയറി കണ്ടില്ല ഐ നോട്ട് ടേക്ക് പെൻ Call the police. പോലീസാ നിങ്ങൾ അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാര് വരെ ഞങ്ങളെ സല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? CID രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആര്? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ. ആരെയും ശിവദാസ മേനോനെ? തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ ആളുകൾ ഇവരോടാ ഇന്ത്യൻ CIDകളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വിലയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ദാസാ എന്നെ പോലീസ് പിടിച്ചു. ദാസാ എന്നെ രക്ഷിക്ക് പോലീസ്. ദാസാ എന്നെ രക്ഷിക്ക്. ദാസാ എന്നെ പോലീസ് കൊണ്ടുപോകാണേ. അയ്യോ എന്നെ കൊല്ലുന്ന വിജയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വിജയനെ പോലീസ് നന്നായി. ഒരു മലയാളി CID പോലീസ് പിടിച്ചത് നന്നായെന്നോ? പോലീസുകാർ അവരെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ് പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം എടുക്കാം. താനൊക്കെ ചത്ത് തൊലയുന്നത് തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി പ്ലീസ് ചേച്ചി ചേട്ടാ പ്ലീസ് ചേട്ടാ. ഞാനാണോ വലുത് ഒരു CID ആണോ വലുതെന്ന് താൻ ഇവിടെ ഒരു ശരിക്കൊന്ന് ആലോചിക്കും. ഏറടി ചേട്ടാ ചേച്ചി ഇവനെന്ത് പരാക്രമമാണ് കാണിച്ചത്? എന്റെ അമ്മോ. Hey, you thief. The sheriff is calling you. Come with me. Come on. എന്തിന് ഇനിയും തല്ലണോ? തല്ലിക്കോ തല്ല്. Come on, I say. I am very sorry, sir. Somewhere something has gone wrong. എന്തോ നട ഇതൊക്കെ? I not take. ഇംഗ്ലീഷ് ഭാഷ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ചാൽ അതിനുള്ള ഇടി ഇവര് വേറെ തരും. നിന്റെ കുപ്പായൊക്കെ അവിടെ? We believe you. We should respect cops. Sir, we are very famous CIDs from India. Sorry, Mr. Vijay. ഒരു സോറിയും വേണ്ട. മനുഷ്യന് പറഞ്ഞാ മനസ്സിലാവണം. What is he saying? He is very weak in English language. That's okay. Wanted criminals. Yes, these guys are very notorious criminals. Anyone who gives a clue to catch these criminals will get a very substantial amount from our government. Is it? Yes, Okay, sir. Shall we make a move? sure. Thank you very much. You're welcome. Thank you. Bye. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എംബസിയിലെ ആ മേനോനെ പറ്റി പറയുകയായിരുന്നു. അയാൾക്കെന്താ നമ്മളോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ ജാമ്യത്തിലിറക്കാനെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറയുകയാണ് ആ തെണ്ടി ചത്തു തൊലഞ്ഞാലും എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്റെ സംശയം വേറൊന്നാണ്. അതിരഹസ്യമായ നമ്മുടെ CID കോഡും പറയിപ്പിച്ച് രണ്ടുപേരെ എയർപോർട്ടിൽ അയച്ച് നമ്മളെ കൊല്ലിക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയാണ്. അതെന്തിന്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്.